ഹലോ, അപ്പോൾ ഇത് നമ്മളുടെ അത്തത്തിൻ്റെ തലേദിവസം എടുത്ത് വെച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഞാനൊരു ഓട്ടപ്പാച്ചിലിൽ തന്നെയായിരുന്നു. ആ ഓട്ടപ്പാച്ചിലിനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മിണ്ടാതെ വെറുതെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വരനായിട്ട് തന്നെ കുറച്ച് ദിവസം വെറുതെ ഇരുത്താറുണ്ട്. അപ്പോൾ ആ ഒരു വെറുതെ ഇരുത്തിലാണ് ഞാനിപ്പോൾ. കുറേ വർക്ക് ചെയ്യുക, കുറച്ച് ദിവസം വെറുതെ ഇരിക്കുക, കുറേ വർക്ക് ചെയ്യുക, കുറച്ച് ദിവസം, അങ്ങനത്തെ ഇതിലാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഉറക്കമില്ലാതെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാന്ന് കരുതിയിട്ടോ. അപ്പോൾ അന്നാണ് ഞാൻ ഈ ഒരു നമ്മുടെ കോഡ് സെറ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിരുന്നതും. നമുക്കൊരു ഗ്യാപ്പ്, കുറച്ച് സമയം കിട്ടില്ലേ. ഞാനിങ്ങനെ, എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ, അധികം വലിയ ലുക്കിലൊന്നുമല്ല ഞാൻ വന്നിട്ട് ഈ ചുരിദാറിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിടാം. ചിലപ്പോൾ അടിച്ച് വാരിയൊക്കെ നിൽക്കുന്നതിനിടയിലായിരിക്കും ചിലപ്പോൾ ഓടിപ്പോയിട്ട് ആ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ നഴിച്ചിട്ട് വന്ന് വീഡിയോ എടുത്തിടുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത്താണല്ലോ. അപ്പോൾ പൂവ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, നമ്മൾ ചെട്ടുമല്ലിയുടെയൊക്കെ ആ കവറൊക്കെ അഴിച്ച് ഇങ്ങനെ ഇടുമ്പോൾ ആ ചെട്ടുമല്ലിയുടെ മണമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും ഓണം ഇങ്ങനെ എടുത്തേക്ക് വരുന്നത് പോലെ ഒരു ഫീലിങ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൂവൊക്കെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ണനൊക്കെ കാണിച്ചെടുത്ത്, കണ്ണതേടെ പൂവൊന്നും നാളെ നിങ്ങൾക്ക് പൂക്കളിടണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ കല്യാണി ടൈം ടേബിൾ നോക്കി ബുക്ക് എടുത്ത് വയ്ക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാം ഇങ്ങനെ നിരത്തുട്ടോ. എന്നിട്ട് 1 മണിക്കൂറാണ് ടൈം ടേബിൾ നോക്കി എടുത്ത് വയ്ക്കുക. അറിയില്ലായിരുന്നു ആദ്യം, പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. നാളെ ടൈം ടേബിൾ എന്നെ കാണിക്കും. അപ്പോൾ ഞാൻ പറയും അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ആൾ എടുത്ത് വയ്ക്കുന്നത്. പക്ഷേ 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വൈകിട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കണ്ണൻകുട്ടീനെ എടുത്ത് വെച്ചിരുന്ന് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂവൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.